ഗൈസ്, ചിക്കുവിന് ഞാൻ ക്ലാസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ചിക്കുവിന് ഇന്നൊരു സർപ്രൈസ് കൊടുക്കാൻ പോകുന്നുണ്ട് ഞാൻ. അപ്പം അതുകൊണ്ട് എന്താ സർപ്രൈസ് എന്ന് നമുക്ക് വീഡിയോയിൽ കാണാം. ചിക്കുവിനെ ക്ലാസ്സിലാക്കിയിട്ടുണ്ട്. മാർഷൽ ആർട്സ് ക്ലാസ്സിൽ വന്നിരിക്കട്ടുള്ളൂ. അപ്പോൾ ഗൈസ്, നാട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് നാട്ടിൽ നിന്ന് വരുത്തിച്ചതാണ്. പിന്നെ അത് മേടിക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെയാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ അത് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പം നമുക്ക് അവരൊന്ന് വിളിച്ചു നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് അത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് സംഭവം. പക്ഷെ ഇത് ചിക്കുനോട് ഞാൻ ഓപ്പൺ ചെയ്യിപ്പിക്കുകയുള്ളൂ. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കത് അവളുടെ എക്സ്പ്രഷൻ, അവളുടെ എന്തായിരിക്കും വിചാരിക്കുക ഉള്ള രീതിയിലുള്ള സംഭവം കാണാൻ ഒരു ആഗ്രഹം. അപ്പോൾ ചിക്കുനോട് നമുക്കത് ഓപ്പൺ ചെയ്യിപ്പിക്കാം. അല്ലാണ്ട് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സംഭവം കൊടുത്തിട്ട് സർപ്രൈസ് ചെയ്യിപ്പിക്കുന്നില്ല. ഇത് അങ്ങനെ തന്നെ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് തുറന്നിട്ട് അവൾ കാണുമ്പോൾ അവൾക്ക് സന്തോഷം തോന്നുമല്ലോ. അപ്പോൾ നമുക്ക് കാണാട്ടത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ വീടെത്തി ഞങ്ങൾ പിക്ക് ചെയ്യാൻ പോകണം. ചിക്കുനെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഇറങ്ങി വരാം. കുറേ വണ്ടികളുണ്ട്, പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. അതുകൊണ്ട് എന്താണ് ആഗ്രഹം? പിസ്സ കഴിക്കാനാവും. ഇപ്പം ആഗ്രഹം വേണ്ട. പിന്നെന്താണാവോ? മേൽസ് കഴിക്കാനാവും. അയ്യോ, അങ്ങനത്തെ ആഗ്രഹം ഇപ്പം വേണ്ട, ഈ പ്രായത്തിൽ വേണ്ട. അങ്ങനെ ക്ലാസ് മറ്റേ വുഡിന്റെ ബോട്ട്സ് കട്ടിയുള്ളത് ബ്രേക്ക്. ഞാൻ 2 കട്ടിയുള്ള ബോട്ട്സ് ബ്രേക്ക് ചെയ്തു. വെരി ഗുഡ്. അപ്പോൾ ഞാൻ ചിക്കുന് കൊടുക്കാൻ പോവാണ്. സംഭവം ചിക്കുനോട് പറഞ്ഞിട്ട് അവൾക്ക് ഇഷ്ടമുള്ള സംഭവം എന്താണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഞാൻ അത് മേടിച്ചിരിക്കുന്നത്. പക്ഷെ ഇന്ന് കിട്ടും അതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ആള് മാർഷൽ ആർട്സ് ക്ലാസ്സിൽ പോയ സമയത്താണ് ഞാൻ അത് ഒരേ മേടിച്ചോണ്ടത്. അപ്പൊ ചിക്കുനോട് തന്നെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറയാം. അമ്മാമ്മ ഇവിടെ പോമഗ്രനേറ്റ് പൊളിച്ചോണ്ടിരിക്കുകയാണ് കുട്ടിക്ക്. കുട്ടി മാർഷൽ ആർട്സ് ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അമ്മാമ്മ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കുട്ടിക്ക് കൊടുക്കുന്നതാണ്. സീസർ പൊടിച്ചോ? ഓ, പിന്നെയുണ്ട്. അങ്ങനെ ഇതാണ് ഞാൻ ചിക്കുവിന് മേടിച്ച ഗിഫ്റ്റ്. വേറെ ഒന്നല്ല. അപ്പൊ ചിക്കുന് ഞാൻ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ലെഫ്റ്റിലിടാറുണ്ട്. ഇഷ്ടായോ? ഇവൾക്ക് കഴിച്ചും കൊണ്ട് കളയുന്ന ഒരു സ്വഭാവം ഉള്ളത് കേട്ടോ. അത് ഭയങ്കര പേടിയാണ്. ഇതിപ്പോ ഇട്ടിട്ട് വെറുതെ ഊരി വെച്ചോട്ടെ, ഇട്ട് നടക്കണ്ട. എന്താ വെച്ചാൽ നീ കൊണ്ട് കളയും. നിനക്കൊരു മടിയില്ലാത്തോളാ. അതാണെങ്കിൽ പുതിയത് മേടിച്ചിട്ട് തലേ ദിവസം മേടിച്ചിട്ട് പിറ്റേ ദിവസം ഫംഗ്ഷൻ അങ്ങോട്ട് പോയതാ. അന്ന് കൊണ്ടേ കളയും. മരത്തിന്റെ ഇടയിൽ കുടുങ്ങി. ഗൈസ്, ഇത് എന്തിനാ അവൾക്ക് ഞാൻ ഗിഫ്റ്റ് കൊടുക്കുന്ന വെച്ചാൽ ചിക്കു വലിയ കുട്ടിയായി. അപ്പോൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതാണ് ഞാൻ ഇത് നാട്ടിൽ നിന്ന് വരുത്തിച്ച് അവൾക്ക് കൊടുത്തത്. ഐ എം സോ ഹാപ്പി. അവൾക്ക് ഇത് കൊടുക്കാൻ എനിക്ക് പറ്റിയെന്ന് സത്യമായിട്ടും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. മേടിച്ച് കൊടുക്കാൻ പറ്റുന്നത്. ഇത് വെച്ചാൽ നാട്ടിൽ ആരും ലാസ്റ്റ് ടൈമിൽ വരുന്നുണ്ടോ ഒന്നും നമുക്ക് അറിയണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ലക്കിയിൽ നമ്മൾ അറിയണ ഒരാൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആളെ ഞാൻ ഏൽപ്പിച്ച് മേടിച്ചതാണ്. ചിക്കു, എന്തെങ്കിലും പറയാനുണ്ടോ? I'm so happy for this, so thank you. ഇങ്ങനെയായിരിക്കും നടക്കുന്നത്. ഗൈസ്, അപ്പോൾ ഞാൻ ഈ ഗോൾഡ് എടുത്തത് ഓൺലൈനായിട്ടാണ്. ഞാൻ ഇവിടെ നിന്ന് തന്നെ അവരെ കോൺടാക്ട് ചെയ്ത് നമ്മൾ പേയ്മെൻ്റ് ഒക്കെ ഇവിടുന്ന് ചെയ്തതിന് ശേഷം അവർ കൊറിയർ അയക്കുക ചെയ്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ അവിടേക്ക്. പിന്നെ ഫ്രണ്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. നല്ല എന്താ പറയുക, അവർ പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്തു തന്നു. പേയ്മെൻറ്റ് ചെയ്ത ദിവസം തന്നെ അവർ കൊറിയറൊക്കെ അയച്ചു. വളരെ പെട്ടെന്നായിരുന്നു കേട്ടോ. ഒരു 3 ദിവസത്തിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് എത്തുകയും ചെയ്തു. സോ
അപ്പോൾ ചിക്കുവിന് എന്തായാലും സന്തോഷമായി, എനിക്കും വളരെ സന്തോഷം തോന്നുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല, എന്തോ സംഭവം മീൻസ് ഇങ്ങനെ നമ്മുടെ മോള് വലിയ കുട്ടിയാവുക, അതിന് നമ്മൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക എന്നൊക്കെ പറയുന്നൊരു സന്തോഷമല്ലേ. അപ്പോൾ അത് ഐ എം സോ ഹാപ്പി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഗൈസ്. അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത്. ഗൈസ് ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്. ഇറ്റ്സ് മീ ശിൽപ സൈനിങ് ഓഫ്. It's me signing off, Advika. Bye.